Before I get starting, I'll do one thing. Because you have seen something on screen. Everything started from that single push-up. So, before I get started, I don't know how many of them go to gym here. If പോകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്, പോകാത്തവർ പോകാൻ ശ്രമിക്കുക. അപ്പോൾ can you please close your eyes for me? Just imagine, you people are inside a gym, lifting weight. You are going for the failure, for the last rep. No one else is there to support you, only you. That last rep is going on. Yeah, it's yours. Push it hard, push it hard, push it hard. Fine, open. So, my name is Gokul Bijraj. I am a professional fitness athlete, a musician, an actor, and a model. So, gym as a happy pill. It's not just a happy pill. Gym is family. Gym is friendship. Gym is my second home. എൻ്റെ വീട്ടിലും എനിക്ക് മെസ്സേജ് അയക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നിലെ ജിമ്മിലായിരിക്കും. രാവിലെ വർക്കൗട്ട് ഉണ്ടാവും, വൈകിട്ട് വർക്കൗട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ പോയിരിക്കുന്നത് എൻ്റെ ജിമ്മിലാണ്. സോ അപ്പം ഞാൻ എപ്പോഴും അവർക്ക് ടെക്സ്റ്റ് ബാക്ക് ചെയ്യുന്നത്, എടാ ജിമ്മിലാ. അപ്പോൾ ചോദിക്കും, നീ അവിടെ തന്നെയാണോ കിടന്നുറങ്ങണേന്ന് ചോദിക്കും. ഞാൻ പറയും, അത് കേൾക്കുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. ലൈക്ക് എൻ്റെ വീട് കഴിഞ്ഞാൽ എനിക്ക് ജിമ്മാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. വാട്ട്സ് ദ ബെറ്റർ ഡിസിഷൻ ദാറ്റ് യു ഹാവ് ടേക്കൺ ഇൻ യുവർ ലൈഫ് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ദാറ്റ് ഫസ്റ്റ് ഡേ അറ്റ് ജിം. ആ ജിമ്മിൽ ആദ്യത്തെ ദിവസം പോയത് ഒരു ഡയറ്റ് എടുക്കണം എന്ന് ഞാൻ തന്നെ പ്ലാൻ ചെയ്ത ആ ദിവസമാണ് എന്നെ പുഷ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. Thing is that ഗോകുൽ ബിജ്രാജ് എന്നെ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ കാണുന്നതാണ്. ഇറ്റ്സ് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്, പുഷിംഗ് വെയ്റ്റ്സ്, ഡൂയിങ് കോണ്ടൻറ്റ്സ്, വീഡിയോസ്, എവറിത്തിങ് ഇസ് മൈ അണ്ടർലൈൻ. ലൈക്ക് എന്നെ അണ്ടർലൈൻ ചെയ്തിടാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഇതായിരിക്കും. സോ I've been getting a lot of questions. Like Instagram തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചോദ്യങ്ങളാണ് എൻ്റെ അടുത്ത്. ലൈക്ക്, ബ്രോ, വാട്ട്സ് യുവർ ഡയറ്റ് പ്ലാൻ, വാട്ട് വർക്ക്ഔട്ട് ഡു യു ഫോളോ? അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോനെ പോലെ ആവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവരോട് എല്ലാവരോടും എനിക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കുന്ന റിപ്ലൈ കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഐ യൂസ് ടു ടെൽ ദം, ഫസ്റ്റ് യു ബിക്കം യുവർ സെൽഫ്. നിങ്ങളിൽ എന്തുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഒരാളെ പോലെ ആകാൻ ശ്രമിക്കുന്നത് അവിടെ നിർത്തിയിട്ട് നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ശ്രമിക്കുക. ഐ വിൽ ടെൽ യു എ കുട്ടി സ്റ്റോറി. 2-3 ഇയേഴ്സ് ബാക്കാണ് ഞാൻ കോൺസിസ്റ്റൻ്റ് ആയിട്ട് ജിം, ഡയറ്റ്, കോമ്പറ്റിറ്റീവ് പ്രെപ്പ് ഒക്കെ തുടങ്ങിയത്. ആ സമയത്ത് there was a person, I'm not telling the name of the person or anything. That person told me that, Gokul, I'm not seeing any change in your graph. See that? എല്ലാവരുടെയും ലൈഫിൽ ഒന്നില്ലെങ്കിൽ അപ്സ് ഡൗൺസ് ഉണ്ടാവും. സോ അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു അപ്പും ഡൗണൊന്നും ഇല്ല, യു ആർ ഗോയിങ് ദാറ്റ് വേ, ഒരു മാറ്റവുമില്ല എന്ന് ആ പേഴ്സൺ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിങ്സ് വിൽ ചേഞ്ച്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഐ എം വർക്കിംഗ് ഫോർ ഇറ്റ്, ഐ വിൽ ബി സക്സസ്ഫുൾ വൺ ഡേ, ദ വേൾഡ് വിൽ നോ മീ. only thing that I can tell that person that പറഞ്ഞു കൊടുക്കാം, കാണിച്ചു കൊടുക്കാം ചെയ്യുന്നത്,
അത് റിസൾട്ട് വരുമ്പോഴേ റിസൾട്ടിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ആ ലൈഫിൽ നിന്ന് ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ്, ഹാവ് ഡൺ 4 to 5 കോമ്പറ്റീഷൻസ്. അതിൻ്റെ ഇടയിലെല്ലാം എൻ്റെ ഡയറ്റ്, എൻ്റെ വർക്കൗട്ട്, എൻ്റെ ഫാമിലി എല്ലാം ഒരുമിച്ച് ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ നോക്കി. നൗ ഐ ആം സ്റ്റാൻഡിങ് ബിഫോർ യു പീപ്പിൾ. ദിസ് വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡ്രീം സ്റ്റേജ്, TEDx. All I have to tell you is I am standing before you people with that graph book in my hand now. If you have any dreams to follow, നിങ്ങൾ ഒന്നും നോക്കരുത് ആളുകൾ എന്ത് വിചാരിക്കുന്നു, നാട്ടുകാരെന്ത് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഡ്രീംസ് വിട്ട് കളയരുത്. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയപ്പോൾ, ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ, ഡയറ്റ് എടുത്ത് തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല, ഇതൊക്കെ ഇന്നോ നാളെയോ അല്ലെങ്കിൽ അടുത്ത മാസം ഒരു 2 മാസം കൊണ്ട് ഇവനിതൊക്കെ നിർത്തും എന്ന് പറഞ്ഞ ആളുകളാണ് കൂടുതലും. അപ്പോഴൊക്കെ ഞാൻ എന്നെ വിശ്വസിച്ചതും എന്നെ ഞാൻ ട്രസ്റ്റ് ചെയ്തതിൻ്റെ ഒരു സ്പേസിലാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. അന്ന് ഞാൻ പലരും പറയുന്നത് കേട്ട് ഈ പ്ലാൻ വേണ്ട, യു ഹാവ് ടു ടേക്ക് എ പ്ലാൻ ബി എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ഗോകുൽ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന ഗോകുൽ, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്ന ഗോകുൽ ഉണ്ടാവില്ലായിരുന്നു. സോ തിങ്സ് ആർ ലൈക്ക് ദാറ്റ്. ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവണം. ഈ ഫെയിലിയേഴ്സ് ഉണ്ടായാൽ മാത്രമേ ആ ഫെയിലിയേഴ്സിൽ നിന്ന് എങ്ങനെ സക്സസ്ഫുൾ ആകാം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഐ ആം എ പേഴ്സൺ ഹു ഫെയിൽഡ് ഐ ഡോണ്ട് നോ ഹൗ മെനി ടൈംസ്. ഇഷ്ടംപോലെ പ്രാവശ്യം തോറ്റിട്ടുണ്ട്. കോമ്പറ്റീഷൻസിലായാലും എല്ലാ കാര്യത്തിലും ലൈഫിൽ തോറ്റ് അതിൻ്റെ എഫക്റ്റ് എനിക്കറിയാം, ഫെയിലിംഗ് എഫക്റ്റ് എനിക്കറിയാം. സോ തോക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, അടുത്തത് എന്ത് ചെയ്യണം, ടു വിൻ എ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ടു വിൻ ഇൻ ലൈഫ് എന്ത് ചെയ്യണം, നീ ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് അത് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് എന്നെ മനസ്സിലാക്കി തന്നതും എൻ്റെ പരിപാടികളിൽ കൂടെ നിന്നതൊക്കെ എൻ്റെ കുറച്ച് നല്ല ഫ്രണ്ട്സും എൻ്റെ ഫാമിലിനെ പറ്റി എടുത്തു പറയണം. ഐ ആം ഇൻ മൈ ഏർലി 26. ഐ ആം ക്രിയേറ്റിംഗ് കോണ്ടന്റ്സ്. ആളുകൾ ചോദിക്കും എന്താണ് നിൻ്റെ ഉദ്ദേശം, ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഞാൻ പറയും ഐ നീഡ് ടു ഡു ബെറ്റർ. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യണം. അപ്പോൾ നിനക്ക് വേറെ പ്ലാനൊന്നും ഇല്ലേ, ഇങ്ങനെ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നടന്നാൽ മതിയോ എന്ന് ചോദിക്കും. അപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻ എവറി ആസ്പെക്ട്സ്. ഈവൻ എൻ്റെ അമ്മ ഇപ്പോൾ ജിമ്മിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ഇതൊക്കെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തത്, വീട്ടിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അമ്മ ഡയറ്റ് എടുക്കുന്നു, അച്ഛൻ ഡയറ്റ് എടുക്കുന്നു, അച്ഛൻ ജിമ്മിൽ വരുന്നു, അമ്മ ജിമ്മിൽ വരുന്നു. ഇതൊക്കെ എൻ്റെ ഡ്രീമാണ്. ലൈക്ക് നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്തൊരു കാര്യം ചെയ്യാൻ പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീഡിയോസിലൂടെയും എല്ലാ കാര്യത്തിലൂടെയും പറയുന്നത് ഇതാണ്, ഇഫ് യു ഹാവ് എ ഡ്രീം ഗോ ഫോർ ഇറ്റ്. നിങ്ങളെ ബാക്ക് ഓഫ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് നിങ്ങൾക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 100% കോൺഫിഡൻസിൽ അത് ചെയ്യാന്നുള്ളതാണ്. കുറച്ച് ഡേയ്സ് ആയിട്ട് വി ആർ ഹിയറിംഗ് ലോട്ട് ഓഫ് ന്യൂസ് ഫ്രം കേരള, ലൈക്ക് young people, young generation, teenagers, youngsters, like chemical substances യൂസ് ചെയ്തിട്ടാണെങ്കിലും ഒരുപാട് അതർ ആക്ടിവിറ്റീസിലാണെങ്കിലും എനിക്കത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ഇൻ മൈ ടേംസ് എൻ്റെ കയ്യിൽ ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 10 മുട്ട വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുക. ഇപ്പോൾ ഈ യങ് ജനറേഷൻ്റെ കയ്യിൽ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ they used to think that I can buy 10 cigarettes or buy something else. അതാണ് 2 ചിന്താഗതികൾ. യു ക്യാൻ ഡു ലൈക്ക് ദാറ്റ് ഓൾസോ. ലൈക്ക് നിങ്ങൾക്ക് ഹെൽത്തിനെ ബെനിഫിറ്റ് ചെയ്ത് അതും ചെയ്യാം ഇതും ചെയ്യാം. സോ ഇപ്പം ഡിസിഷൻ ഈസ് യുവേഴ്സ്, വാട്ട് ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൗ ടു ഡു. ഇൻസ്റ്റെഡ് ഓഫ് സ്നിഫിംഗ്, ക്രഷിംഗ് ആൻഡ് സ്മോക്കിംഗ്, ലെറ്റ്സ് ഡു പുഷ്, പുൾ ആൻഡ് ലെഗ്സ്. That's my quote against this. So things are so simple. For me,
it was not that simple. Like when I started content creation, ഞാൻ എൻ്റെ ജിമ്മിൽ കയറി ചെല്ലുന്നത് ഒരു ബാഗും കയ്യിലൊരു ട്രൈപ്പോഡും ഫോണും ബാഗൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെല്ലാറ്. സോ അപ്പം കാണുന്ന ആൾക്കാർക്ക് ഇതെപ്പോഴും ഭയങ്കര ഇവൻ എന്തി കാണിക്കണേ, ഇവൻ എപ്പോഴും ഈ ഫോണും വെച്ച് ട്രൈപ്പോഡിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് നടക്കുക, ഇവൻ എന്താ ചെയ്യാൻ പോണേ. ലൈക്ക് ഞാൻ ആരോടും ചോദിക്കുന്ന കാര്യങ്ങളോ, നിങ്ങളുടെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. ഐ എം നോട്ട് ഷൂട്ടിങ് യുവർ വീഡിയോ, ഐ എം ഷൂട്ടിങ് മൈ വീഡിയോ. സോ ഗിവ് മീ സ്പേസ്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ബൈ ദാറ്റ് ടൈം ഐ വാസ് 3,000 followers. I just jumped into 10,000 followers. So they were like, yeah, 10,000 ഒക്കെ അല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. From 10 I jumped to 25. Then also like 100 പേര് സംസാരിച്ചുകൊണ്ടിരുന്ന വായ ഒരു 80 പേരായിട്ട് കുറഞ്ഞു. Then it went to 50, 85, 100, 150, 200, 2. Now I just refreshed it. It's 228. So I think that ഞാൻ ആ സമയത്ത് ആരും പറയുന്ന കേൾക്കാതെ എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതും കുറേ യങ്സ്റ്റേഴ്സിനെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് ആളുകൾ പറയാറുണ്ട്. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഒരാളെങ്കിലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നുണ്ട്. ദേ ആർ ഡൂയിങ് സംതിങ് ഗുഡ് ഇൻ യുവർ ലൈഫ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിച്ച പാത്രം കഴുകി വെക്കുക എന്ന് പറയും. ലൈക്ക് ഇഫ് യു ഈറ്റ് യു ഹാവ് ടു വാഷ് യുവർ പ്ലേറ്റ്സ്. അതിനു മുമ്പേ നിങ്ങൾ കുക്ക് ചെയ്യാനും പഠിക്കുക എന്ന് പറയും. ഇപ്പം ഞാൻ അങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങിയത് കൊണ്ട് എൻ്റെ അടുത്ത് പറയും, ചേട്ടാ ഞാൻ ഇപ്പം കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കാറുണ്ട്. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ് യങ് പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ്. That's all the little step that you can take towards the big step. So that's it. Go with your flow. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന ആളുകൾ ലൈഫിലുണ്ടാവാം. അവരുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. സോ ഹാപ്പി ലിഫ്റ്റിംഗ്. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.